പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 18,000 കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിക്കുന്ന പ്രചാരണ സംഗമങ്ങൾക്ക് നാളെ തുടക്കമാവുകയാണ്. ചിന്തരവി ഫൗണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്ന് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രചാരണത്തിന് ഗാസയുടെ പേരുകൾ എന്നാണ് ശീർഷകം. പേരുകൾ വായിക്കാൻ പോവുകയാണ്. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ. ഇസ്രായേൽ പലസ്തീനിൽ കൊന്ന 18,000 കുഞ്ഞുങ്ങളുടെ പേരുകൾ. 2023 ഒക്ടോബർ മുതലുള്ള 2 വർഷത്തിനിടെ ഏതാണ്ട് 18,000 കുട്ടികൾ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക കണക്ക്. കളിസ്ഥലങ്ങളിലും പഠനമുറികളിലും വീടുകളിലും ഓടിക്കളിക്കേണ്ടിയിരുന്ന 10,000 കുഞ്ഞുങ്ങൾ ഇപ്പോഴില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉറക്കെ വിളിച്ചു പറയേണ്ടതുണ്ടെന്ന് സംഘാടകരായ ചിന്തരവി ഫൗണ്ടേഷനും പലസ്തീൻ സോളിഡാരിറ്റി ഫോറവും കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരും പറയുന്നു. സ്വപ്നങ്ങളും സന്തോഷവും സമാധാനവും ജീവൻ തന്നെയും അപഹരിക്കപ്പെട്ട ആ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് ഇസ്രായേലിനെതിരെ പ്രതിഷേധ ശബ്ദമുയർത്താൻ ഒത്തുചേരാമെന്ന് സംഘാടകരായ NS മാധവൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാർ പറയുന്നു. ഗാസയിൽ ഇസ്രായേൽ നടപ്പിലാക്കുന്ന വംശഹത്യയിൽ ആയിരക്കണക്കിന് ആളുകളും കുട്ടികളുമാണ് നിത്യേന എന്ന വിധം മരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിന്തരവി ഫൗണ്ടേഷനും കേരളത്തിലെ മറ്റു സംഘടനകളും ചേർന്ന് വലിയ മനുഷ്യ സംഗമം നടത്തുവാനുള്ള പരിപാടി ഇട്ടിട്ടുണ്ട്. ഗാസയിലെ കുട്ടികൾക്ക് മേൽ അനീതി താണ്ഡവമാടുമ്പോൾ നമ്മൾ അവരെപ്പറ്റി സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് സാംസ്കാരിക പ്രവർത്തകർ പറയുന്നത്. ഗാസയിൽ കൊല്ലപ്പെട്ട 18,000 കുട്ടികളുടെ പേരുകൾ ഓരോന്നായി ഓരോ കുട്ടിയുടെയും പേര് ഓർത്ത് ചൊല്ലും. ഒക്ടോബർ 2 വൈകിട്ട് 4:30 മുതൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ നിന്നാണ് തുടക്കം. ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും 1500 പേരുകൾ വായിക്കും. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ളവർ പങ്കാളികളാവും. കൂട്ടത്തിൽ സങ്കടത്തിൻ്റെ സാമൂഹികാവിഷ്കാരം എന്ന നിലയിൽ എഴുത്തുകാരും കലാസാംസ്കാരിക പ്രവർത്തകരും വിവിധങ്ങളായ ആവിഷ്കാരങ്ങൾ നടത്തുകയും ചെയ്യും. ഗാസയിലെ പേരുകൾ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.